എൻ്റെ മനസ്സ് വല്ലാതെ കലങ്ങി പറഞ്ഞൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ. ഒന്ന് ശാന്തമാകുന്നവരെ ഞാൻ അവിടെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നത്. ഈശ്വര, സന്ദീപേ, നീ ഇതെങ്ങോട്ടാ പോകുന്നേ? കുടജാദ്രിയിലേക്ക്. ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ അവിടെ ആയിരിക്കും. എടാ, എങ്കിലേ ഞാനും അമ്മയും കൂടി നിന്റെ കൂടെ വരാം. വേണ്ട, എനിക്ക് ആരുടെയും കൂട്ട് വേണ്ട. അമ്മയും മുത്തശ്ശിയും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്ക്. എടാ, നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ശ്രീകലെ? വെറുതെ അവനെ വിഷമിപ്പിക്കാനായിട്ട്. ഇല്ലമ്മേ, ഇപ്പൊ ഇത്തിരി വിഷമിച്ചാലും ഞാൻ ചെയ്തതെല്ലാം അവന്റെ നല്ലതിനു വേണ്ടിയാണെന്ന് അവന് പിന്നീട് മനസ്സിലായിക്കോളും. ഹലോ, പറഞ്ഞോളൂ മാഡം. മുരളി, ഞങ്ങൾ ഇന്ന് തന്നെ അങ്ങ് തിരിച്ചു പോവാ. സന്ദീപ് ഞങ്ങളുടെ കൂടെ വരുന്നില്ല. ആ ദേവൂട്ടിയുടെ പ്രശ്നത്തിൽ അവൻ ഞങ്ങളോട് പിണങ്ങിയിരിക്കുക. അവനിപ്പോ കുടജാദ്രിയിലേക്ക് പോവാന്നാ പറഞ്ഞത്. ഇനി അവിടെ കഴിയാനാണ് ഉദ്ദേശിക്കുന്നതെന്ന്. മാഡം, അതിപ്പോ അതെ, താൻ അവന്റെ ഒപ്പം ഉണ്ടാകണം. ഒരു കാരണവശാലും അവൻ തനിച്ചാവാൻ അവസരം ഉണ്ടാക്കരുത്. എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഉണ്ടാവണം. മാഡം വിഷമിക്കണ്ട, സാറിന്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം. മാഡം എപ്പോഴാ പോകുന്നത്? വണ്ടി വല്ലതും അറേഞ്ച് ചെയ്യണോ? തമ്പിയേട്ടൻ ടിക്കറ്റിന്റെ കാര്യം നോക്കിയിട്ട് വിളിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ശരി മാഡം. അമ്മേ, സന്ദീപിന്റെ കാര്യങ്ങള് മുരളി നോക്കിക്കൊള്ളാന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അമ്മ വിഷമിക്കണ്ട. എന്റെ ദേവി, എന്റെ കുഞ്ഞിനെ നിന്നെ ഏൽപ്പിച്ചിട്ടാ ഞങ്ങൾ പോകുന്നത്. അവന് ആപത്തൊന്നും വരുത്തല്ലേ. അമ്മേ, ഈ മണ്ണിൽ വന്നത് മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലമാകുന്നുള്ള ശുഭപ്രതീക്ഷയോടെ. പക്ഷേ എല്ലാം എൻ്റെ കൈവിട്ടു പോവാ. അതിന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. വിദ്യാമ്മ പറഞ്ഞതുപോലെ എൻ്റെ വിധിയായിരിക്കും ഇത്. പക്ഷേ എൻ്റെ അമ്മയുടെ പ്രവൃത്തി എൻ്റെ മനസ്സിനെ വല്ലാതെ നോവിച്ചിരിക്കുന്നു. എല്ലാത്തിനോടും മനസ്സുകൊണ്ട് വിരക്തി തോന്നുന്നു ഇപ്പോൾ. അതുകൊണ്ട് ഇനി ഞാൻ ഒന്നിനുമില്ല. അവിടുത്തെ പാദസ്പർശമേറ്റ കുടജാദ്രിയിൽ ശേഷിക്കുന്ന കാലം കഴിച്ചുകൂട്ടുകയാണ്. എന്നെ അതിന് അനുവദിക്കണേ ഭഗവതി. ദേവി, അമ്മേ, മൂകാംബികെ, കാത്തോളണേ. എന്താ സന്ദീപ്, ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടിലാണെന്ന് തോന്നല്ലോ. ആ, അതേ വിദ്യമ്മേ. എല്ലാത്തിനെയും എല്ലാവരെയും വിട്ടുപിരിഞ്ഞ് ഏകാഗിയായി ഒരു യാത്ര. അതാണ് ഇപ്പൊ എന്റെ മനസ്സിൽ. എന്നുവെച്ചാ സന്ദീപ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ദീർഘയാത്രയാണോ അതോ? കുടജാദ്രിയുടെ മണ്ണിൽ ശേഷിക്കുന്ന കാലം ദേവീദാസനായിട്ട് കഴിഞ്ഞുകൂടുക. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനിപ്പോ. സന്ദീപ് ഉദ്ദേശിക്കുന്നത് സ്വയം സന്യാസ ദീക്ഷ സ്വീകരിക്കാമെന്നാണോ? സന്യാസ ജീവിതം നയിക്കാൻ മാത്രം സന്ദീപിന്റെ മനസ്സ് പാകമായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുടജാദ്രിയെക്കുറിച്ച് പറഞ്ഞല്ലോ. അമ്മ മഹാദേവിയുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണത്. മനസ്സിൽ മറ്റാരോടെങ്കിലുള്ള വാശി തീർക്കാൻ വേണ്ടി ആവരുത് അവിടെ പോകുന്നത്. സന്ദീപ്, നീ ഇത് സ്വയം ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത വഴിയല്ല. നിന്റെ അമ്മയോടുള്ള ദേഷ്യവും വാശിയും തീർക്കാനുള്ള സ്വയം ശിക്ഷ. അതല്ലേ സന്ദീപിനെ കൊണ്ട് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിച്ചത്? അരുത്.
മക്കളോടുള്ള അന്ധമായ സ്നേഹം കൊണ്ട് ചില രക്ഷിതാക്കൾ അവരുടെ ഇഷ്ടം മറികടന്ന് ചിന്തിച്ചേക്കാം. അതൊന്നും അവരുടെ കുറ്റമായി കാണരുത്. ഇല്ല വിദ്യാമേ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല.